കറി വെക്കാനൊന്നുമില്ല, നമുക്കൊന്ന് മരത്തിലെല്ലാം ഇറങ്ങിയിട്ട് നോക്കാം എന്തെങ്കിലും കിട്ടുമെന്ന്. അപ്പം ഇവിടെ ഒരു ചീരയുണ്ട്, ഇതിന് പച്ചച്ചീര എന്നൊക്കെ എന്തൊന്നും പറയാം. നമുക്ക് ഇതൊന്ന് പറിച്ചിട്ട് ഇന്ന് ഉപ്പേരി ആക്കാം. ഇത് വറുത്താൽ നല്ല രസമാണ്. പച്ചമുളകും പറിക്കാം. 1-2 പച്ചമുളകുണ്ട്. വലിയ നല്ല എരിവൊന്നും ഇല്ലാതെ പച്ചമുളകാണ്. മതി, ഇന്നത്തേക്ക് മതി. ആവശ്യത്തിന് കറിവേപ്പിലയും പറിക്കാം. കറിവേപ്പില ഇത്ര നട്ടാലും നമുക്ക് ഉഷാറായി കിട്ടുന്നില്ല. എന്താ നല്ല ഉഷാറ് വരാം. എന്നാലും നമുക്ക് ആവശ്യത്തിന് പലപ്പോഴും ഇന്ന് പറിച്ചെടുക്കാം. അവിടെ ഒരു പ്ലാവ് നിറച്ചും ചക്കയുണ്ട്, പക്ഷെ അത് നമ്മളതല്ല. പക്ഷെ മിഞ്ഞാന്ന് അവർ പറിക്കുമ്പോൾ നമുക്കൊരു ചക്ക തന്നിട്ടുണ്ട്. അത് പഴുത്തിട്ട് നമുക്ക് എന്താ കുരുവാടുണ്ട്, അതിന് നമുക്ക് ഉച്ചക്ക് ഊണ്ട കൂടെ ആക്കാം. ഒരു മാങ്ങ കിട്ടുമോ നോക്കാം. അതിന് വേണ്ടിയിട്ട് വൈപ്പറിൻ്റെ മേലെ ഒരു കൊക്കയെല്ലാം കിട്ടിയിട്ടുണ്ട്. എത്തുവാ എനിക്കട്ടെ കഞ്ചിലാവുമല്ലോ. അതിലൊരു മാങ്ങ ഉണ്ടായിട്ടുള്ളൂ, അതെങ്ങനെയല്ലോ ഞാൻ പറിച്ചെടുത്ത്. ഇനി റേഷൻ അരിയാന്ന് ചോറുണ്ടാക്കുന്ന, അപ്പോൾ നമുക്ക് ആദ്യം പാറ്റണം. അതിൽ കുറച്ച് കച്ചറയെല്ലാം ഉണ്ടാവും. നമുക്ക് ചീര വൃത്തിയാക്കി എടുക്കാം അല്ലേ. നമ്മൾ പുഴുക്കളാറ്റം ഉണ്ടോ എന്ന് നോക്കാം. ഒന്നുമില്ല, നല്ല വൃത്തിയുള്ള ഇല തന്നെയാണ്. അപ്പോൾ ഇതിങ്ങനെ പറിച്ചെടുത്തിടും. ശേഷം മുറിക്കാം. കംപ്ലീറ്റ് പറിച്ചിങ്ങനെ എടുത്തിട്ടുണ്ട്. ഇനി മുറിച്ചെടുക്കാം. നമുക്ക് ഇതുപോലെ തന്നെ ചക്കക്കുരു വൃത്തിയാക്കി എടുക്കാം. ഇത് വലിയ ചക്കക്കുരു ആയതുകൊണ്ട് തന്നെയാണ് പെട്ടെന്ന് കിട്ടുന്നില്ല. നമ്മളെ വീട്ടിൽ നിന്ന് കിട്ടിയ സാധനങ്ങൾ ഇതാ. ചക്കക്കുരു ഉണ്ട്, ഇതാ ചെറുതായി ഇങ്ങനെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് വറുത്തെടുക്കണം. പിന്നെ ഇന്ന് മെയിനായിട്ടുള്ള കറി ഉപ്പിലിട്ട മാങ്ങയാണ്. നമ്മൾ മാങ്ങരീരാക്കൂലേ, അതിൻ്റെ മാങ്ങയാണ്. ഇത് എടുത്തിട്ട് നമുക്ക് മാങ്ങക്കറി ഉണ്ടാക്കാം. പിന്നെ ചീര വറക്കാം. പിന്നെ മാങ്ങ ചമ്മന്തി. നമുക്കെന്നാൽ ആദ്യം മാങ്ങക്കറി ഉണ്ടാക്കാം. മാങ്ങക്കറിക്ക് വേണ്ടി ആദ്യം തേങ്ങ അരച്ചെടുക്കാം. അതിനുവേണ്ടി ഞാൻ 1 കപ്പ് ചിരണ്ടിയ തേങ്ങ എടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ജീരകം ചേർത്ത് നല്ലപോലെ 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കാം. കറി വെക്കാൻ വേണ്ടി ഇതിൽ നിന്ന് കുറച്ച് മാങ്ങ കോരിയെടുക്കാം. ഇത്ര മതി. സ്റ്റവ് ഓണാക്കി ഒരു മൺചട്ടി വെച്ചിട്ടുണ്ട്. അത് ചൂടായിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. മാങ്ങക്കറിയെല്ലാം വെക്കുന്ന മൺചട്ടിയിലും വെളിച്ചെണ്ണയിലും ആയാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. കഴിയുന്നതും പാത്രം ഉണ്ടെങ്കിൽ മൺചട്ടിയിൽ തന്നെ ഉണ്ടാക്കാൻ നോക്കുക. 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കടുക് പൊട്ടി തീർന്നിട്ട് ഇതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുക. ഒരു 3 ചെറിയ ഉള്ളി. കുറച്ച് വെളുത്തുള്ളി, ഒരു 5-6 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുത്ത് ഇതിലേക്ക് നമ്മൾ മാങ്ങ ഇട്ട് കൊടുക്കാം. 2 ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂണ് മഞ്ഞൾ പൊടി. അതുപോലെ എല്ലാം കൂടി ഇളക്കി കൊടുക്കും. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. തേങ്ങ അരച്ച് വയ്ക്കേണ്ടതാണ്. ഇത് ഉപ്പിലിട്ട മാങ്ങയായതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും. അത് നമുക്ക് ഒരു 5 മിനിറ്റ് വേവിക്കാം. തുറന്നു നോക്കാം.
ഇതിലേക്ക് അരച്ച് വെച്ച തേങ്ങ ഒഴിക്കാം. കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്, നോക്കിയിട്ട് ഉപ്പ് ചേർക്കാൻ. 2 പച്ചമുളക് മുറിച്ചെടുത്തിട്ടുണ്ട്, ഇതും കൂടി ഇട്ട് കൊടുക്കുക. കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇനി ഇത് ഒന്ന് നല്ലപോലെ തിളപ്പിച്ചെടുക്കുക. അത് നല്ലപോലെ തിളച്ചിട്ടുണ്ട്, ഓഫാക്കാം. മാങ്ങയെല്ലാം വെന്തിട്ട് വന്നിട്ടുണ്ട്, ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഇതുപോലെ ഉടഞ്ഞിട്ടായിരിക്കണം മാങ്ങ, എന്നാലും ആ മാങ്ങൻ്റെ ടേസ്റ്റ് കറിയിലേക്ക് വരുള്ളൂ. അപ്പോൾ സ്റ്റവ് ഓഫ് ചെയ്യുന്നുണ്ട്. നല്ല കിടിലൻ ഉപ്പിലിട്ട മാങ്ങക്കറി റെഡിയായി. ചട്ടി ചൂടായി, വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്, കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ഉള്ളി മുറിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ചീര ഇട്ട് കൊടുക്കുക. ചെറിയ തീയിൽ കുറച്ച് സമയം അടച്ചു വെക്കുന്ന ചീര ഒന്ന് ഉടഞ്ഞു കിട്ടും. ചീര ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് ആദ്യം നിറച്ചുണ്ടായിട്ടില്ല, ഉടഞ്ഞു വന്ന് കുറച്ചായി. പച്ചമുളകും ഇട്ട് കൊടുത്ത് അതിന് ശേഷം തേങ്ങ ഇട്ടിട്ട് ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് തീ ഓഫാക്കാം. സ്റ്റവ് ഓഫാക്കിയിട്ട് ഒന്ന് അടച്ചു വെക്കാം. ചക്കക്കുരുവിൽ കുറച്ച് വെള്ളം ഒഴിച്ച് 1 ടീസ്പൂണ് മുളകും കുറച്ച് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾ പൊടി ഇട്ടിട്ട് 2 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം. ചക്കക്കുരു വറുക്കാൻ ചട്ടി ചൂടായിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് പൊട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ച ചക്കക്കുരു ഇട്ട് കറിവേപ്പില ഇട്ട് ഇതായാലും നമ്മളെ ചക്കക്കുരു ഫ്രൈ റെഡിയായി. കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് സമയം നമ്മിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. സ്റ്റവ് ഓഫാക്കാം. ചക്കക്കുരു റെഡി ആയിട്ടുണ്ട്. മാങ്ങ ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടി മുറിച്ച മാങ്ങ ഒരു മിക്സിൻ്റെ ജാറിലിട്ട് അതിൽ ചെറിയുള്ളിയും ചേർത്ത് ചിരണ്ടിയ തേങ്ങയും ചേർത്ത് 2 പച്ചമുളകും പൊട്ടിച്ചിട്ട് കുറച്ച് ഉപ്പും ചേർത്ത് ഒന്ന് അരച്ചിട്ട് ചമ്മന്തിയാക്കി എടുത്ത് മാങ്ങ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. പറയുമ്പോൾ തന്നെ വായിൽ വെള്ളം വരും. നമ്മൾ ലോക്ക്ഡൗൺ സദ്യ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി വിളമ്പാം. ചക്കക്കുരു വറുത്തത്, ചീര വറുത്തത്, മാങ്ങ ചമ്മന്തി, ജാമ്പക്ക അച്ചാർ, പപ്പടം, നമ്മുടെ ഉപ്പിലിട്ട മാങ്ങാക്കറി, തൈര്.